الحمد لله يحب المحسنين من عباده ويضاعف له أجره وثوابه، ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن محمدًا عبده ورسوله كان أنفع الخلق للخلق فاقتدى به أهل الخير والصدق صلى الله عليه وسلم وعلى آله وصحبه إلى يوم إحقاق الحق. أما بعد، فاتقوا الله يا عباد الله. للذين اتقوا عند ربهم جنات تجري من تحتها الأنهار خالدين فيها وأزواج مطهرة ورضوان من الله والله بصير بالعباد. ثم أما بعد، فخير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. ليس البر أن تولوا وجوهكم قبل المشرق والمغرب ولكن البر من آمن بالله واليوم الآخر والملائكة والكتاب والنبيين وآتى المال على حبه ذوي القربى واليتامى والمساكين وابن السبيل والسائلين وفي الرقاب، وأقام الصلاة وآتى الزكاة والموفون بعهدهم إذا عاهدوا، والصابرين في البأساء والضراء وحين البأس، أولئك الذين صدقوا وأولئك هم المتقون. فاتقوا الله عباد الله. ഏറ്റവും സ്നേഹാദരണീയരായ സത്യവിശ്വാസിനികളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തുസൂക്ഷിച്ച് ചക്കവകൈ കൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തോടും നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, മഹാനായ ഇമാം മുസ്ലിം റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് നമുക്കിപ്രകാരം വായിക്കാൻ കഴിയും. ഇന്നല്ലാഹ അസ്സ വജല്ല യഖൂലു യൗമൽ ഖിയാമത്തി യാ ഇബ്ന ആദം മരിൽതു ഫലം തഉദ്നി. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരോടായി നാളെ പറയുമെന്നാണ്, ചില മനുഷ്യരോടായി പ്രത്യേകിച്ച്, ഏ ആദമിൻ്റെ മകനെ, ഞാൻ രോഗിയായി, നീ എന്നെ സന്ദർശിച്ചില്ല. അപ്പോൾ അവൻ പറയുമെന്നാണ്, യാ റബ്ബി കൈഫ അഊദുക വ അൻത റബ്ബുൽ ആലമീൻ. അല്ലാഹുവേ, എങ്ങനെയാണ് ഞാൻ നിന്നെ സന്ദർശിക്കുന്നത്? നീ റബ്ബുൽ ആലമീനായ റബ്ബല്ലയോ? അപ്പോൾ അല്ലാഹു പറയുമെന്നാണ്, അമാ അലിംത അന്ന അബ്ദി ഫുലാനൻ മരിള ഫലം തഉദുഹു അമാ അലിംത അന്നക ലൗ ഉത്തഹു ലവജദ്തനി ഇൻദഹു. നിനക്കറിയാമായിരുന്നില്ലേ എൻ്റെ ഇന്നാലിന്ന ഒരു അടിമ രോഗിയായി അപ്പുറത്തുണ്ടായിരുന്നു എന്ന് നിനക്കറിയാമായിരുന്നില്ലേ? നീ അവനെ സന്ദർശിച്ചിരുന്നുവെങ്കിൽ എന്നെ നിനക്കവിടെ കാണാമായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമെന്നാണ്. വീണ്ടും നമുക്ക് കാണാൻ കഴിയും, ആ ഹദീസ് തുടർന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ നിന്നോട് ഭക്ഷണം ആവശ്യപ്പെട്ടു, നീ എനിക്ക് ഭക്ഷണം നൽകിയില്ല. തിരിച്ചവൻ പറയും, അല്ലാഹുവേ, നിനക്ക് ഞാൻ ഭക്ഷണം നൽകുകയോ? നീ റബ്ബുൽ ആലമീനായ റബ്ബല്ലയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, എൻ്റെ ഒരു അടിമ നിന്നോട് ഭക്ഷണം ആവശ്യപ്പെട്ടില്ലേ? നീ അവന് ഭക്ഷണം നൽകിയിരുന്നുവെങ്കിൽ എൻ്റെ അടുക്കൽ നിനക്ക് നീ ആ നൽകിയ കർമ്മം, അവന് നൽകിയ ഭക്ഷണത്തിന് നിനക്ക് അല്ലാഹു നൽകുന്ന പ്രതിഫലം നിനക്ക് എൻ്റെ അടുക്കൽ കാണുമായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമെന്നാണ്. വീണ്ടും അല്ലാഹു ചോദിക്കുന്നുണ്ട്, ഞാൻ നിന്നോട് വെള്ളം ആവശ്യപ്പെട്ടു, എനിക്ക് ദാഹിച്ച് ഞാൻ നിന്നോട് വെള്ളം ആവശ്യപ്പെട്ടു, പക്ഷേ എനിക്ക് നീ വെള്ളം തന്നില്ല. അവിടെയും ആ മനുഷ്യൻ പറയുമെന്നാണ്, അല്ലാഹുവേ, ഞാൻ നിന്നെ കുടിപ്പിക്കുകയോ? നീ റബ്ബുൽ ആലമീനായ റബ്ബല്ലയോ? അപ്പോൾ
അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമെന്നാണ്, എൻ്റെ ഇന്നാലിന്ന അടിമ, ഇന്നാലിന്ന ഫുലാൻ നിന്നോട് വെള്ളം ആവശ്യപ്പെട്ടില്ലേ, നീ അവന് വെള്ളം കൊടുത്തിരുന്നുവെങ്കിൽ എൻ്റെ അടുക്കൽ നിനക്കത് കാണാമായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമെന്നാണ്. സഹോദരങ്ങളെ, സമകാലിക സാഹചര്യങ്ങളെ വളരെ വ്യക്തമായി എടുത്തു കാണിക്കുന്ന ഒരു ഹദീസാണിതെന്ന് നമുക്ക് പറയാൻ കഴിയും. സഹോദരങ്ങളെ, ഇന്നിൻ്റെ കാലഘട്ടം ഓരോ മനുഷ്യരും അവരവരിലേക്ക് ചുരുങ്ങുന്ന ഒരു അപകടകരമായ സാഹചര്യത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഏറ്റവും അടുത്ത ബന്ധുമിത്രാദികളെയും സുഹൃത്തുക്കളെയും അയൽവാസികളെയും പോലും ശ്രദ്ധിക്കാനോ അവരുടെ കാര്യങ്ങളിൽ ഇടപെടാനോ ഇന്ന് മനുഷ്യർ തയ്യാറാവുന്നില്ല എന്നത് നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു ദുരന്തമായി തന്നെ നമ്മൾ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. സഹോദരങ്ങളെ, റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് സുപരിചിതമായ വിശുദ്ധ ഖുർആനിലെ ചെറിയ അധ്യായങ്ങളിലൂടെ അല്ലാഹു പറയുന്നുണ്ട്, അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, അല്ലയോ പ്രവാചകരെ, താങ്കൾ കണ്ടുവോ, ദീനിനെ കളവാക്കിയവനെ താങ്കൾ കണ്ടുവോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്. ദീനിനെ കളവാക്കിയവനെ കണ്ടോ എന്ന് അല്ലാഹു ചോദിക്കുമ്പോൾ ഇത് കേൾക്കുമ്പോൾ നമുക്ക് എന്താ തോന്നുക സഹോദരങ്ങളെ? എന്തോ വലിയ പാതകം ചെയ്തവനാണ് അവനെന്നാണ് നമുക്ക് തോന്നുക. തൊട്ടടുത്ത ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, ഫദാലികല്ലദീ യദ്ഉൽ യതീം, അവൻ അനാഥകളെ വിസ്മരിക്കുന്നവനാണ്, യതീമുകളെ അവഗണിക്കുന്നവനാണ്, വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ, മിസ്കീന്മാർക്ക് ഭക്ഷണം നൽകുന്നത് പ്രോത്സാഹിപ്പിക്കാത്തവനാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇന്നത്തെ മനുഷ്യൻ്റെ ഒരു സാഹചര്യത്തെക്കുറിച്ച് പറഞ്ഞാൽ ഞാനും എൻ്റെ കുടുംബവും, അല്ലേ? ഞങ്ങളുടെ നാട്ടിലൊക്കെ മറ്റൊരു രൂപത്തിലാണ് ഒരു ചൊല്ലുള്ളത്, ഞാനും എൻ്റെ കുടുംബവും, ഞാനും എൻ്റെ കെട്ടിയോളും, പിന്നെ തട്ടാനും എന്ന് പറയാറുണ്ട്. എന്നതുപോലെ ഇന്നിപ്പോൾ അതിന് പകരമായി നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ഞാനും എൻ്റെ കുടുംബവും എൻ്റെ മൊബൈലും എന്നിടത്തേക്ക് മനുഷ്യർ അതമ്പതിച്ചിരിക്കുന്നു എന്ന് നമുക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല. ആ രൂപത്തിലേക്ക് മനുഷ്യൻ മറ്റു സഹജീവികളിലേക്കോ തൻ്റെ ചുറ്റുപാടിലേക്കോ നോക്കാനുള്ള സമയം ഇന്ന് മനുഷ്യർക്കില്ല എന്നതാണ് സത്യം. ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ സൃഷ്ടികളോടുള്ള കരുണയും സേവനവുമാണ് അള്ളാഹുവിലേക്കുള്ള ഏറ്റവും മഹത്തായ വഴികളിൽ ഒന്ന് എന്നതാണ്. മറ്റുള്ളവരെ കാണാതെ, മറ്റുള്ളവരുടെ പ്രയാസങ്ങളിലേക്ക് നോക്കാതെ, നമ്മുടെ ചുറ്റുപാടിലേക്ക് കണ്ണോടിക്കാതെ എങ്ങനെ നാം വിശ്വാസികളാകും സഹോദരങ്ങളെ? ഏറ്റവും വലിയ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയ ഒരു കർമ്മമായി തന്നെ നമുക്കിതിനെ കാണാൻ കഴിയും. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ സുപരിചിതമായി നമ്മളൊക്കെ കേട്ട് പരിചയമുള്ള ഒരു അതിൻ്റെ അർത്ഥം നമുക്ക് എല്ലാവർക്കും അറിയാം. അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നുണ്ട്, മാ ആമന ബി മൻ ബാത ശഅബാൻ വജാറുഹു ജാഇഉൻ ഇലാ ജംബിഹി വഹുവ യഅലമു ബിഹി. നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ? അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറയ്ക്കുന്നവൻ അവൻ എന്നിൽ വിശ്വസിച്ചവനല്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഹദീസ് ഇമാം തുബ്രാനി റിപ്പോർട്ട് ചെയ്യുന്നതായി നമുക്ക് കാണാൻ കഴിയും. ചുറ്റുപാടിലേക്ക് നോക്കാതെ, തൻ്റെ ചുറ്റുപാടിൽ ജീവിക്കുന്ന ആളുകളെ അന്വേഷിക്കാതെ, അടുത്ത കുടുംബവും അയൽവാസികളും അങ്ങനെ സുഹൃത്തുക്കളുമായി പലരും പ്രയാസങ്ങളിൽ നമ്മുടെ ചുറ്റും കഴിയുന്നുണ്ടെന്ന കാര്യമൊന്നും നമ്മൾ നോക്കാതെ നമ്മൾ ആ രൂപത്തിലുള്ള ഒരു ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു പോകുകയാണെങ്കിൽ സഹോദരങ്ങളെ, അത് വലിയ ദുരന്തത്തിലേക്കാണ് നമ്മെ കൊണ്ടെത്തിക്കുക എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. രോഗിയെ സന്ദർശിക്കൽ, വിശക്കുന്നവനെ ഭക്ഷിപ്പിക്കൽ, ദാഹിക്കുന്നവന് വെള്ളം നൽകൽ എന്നിവയൊന്നും വെറും ഒരു സാമൂഹിക സേവനമല്ല സഹോദരങ്ങളെ. അവ അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രീതിയും മഹത്തായ പ്രതിഫലവും നേടിക്കൊടുക്കുന്ന ആരാധനകളാണ് എന്നുകൂടെ ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ട് മനുഷ്യൻ ഇങ്ങനെയായി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ അവൻ്റെ വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട്. ചില സന്ദർഭങ്ങളിൽ കല്ലാ ഇന്നൽ ഇൻസാന ലയത്ഗാ അർആഹു ഇസ്തഗ്നാ, അല്ലാഹു പറയുന്നുണ്ട്, അല്ല, അങ്ങനെയല്ല, അങ്ങനെ വേണ്ട. ഇന്നൽ ഇൻസാന ലയത്ഗാ, തീർച്ചയായും മനുഷ്യൻ അതിരുവിടുന്നു, താൻ ആരുടെയും ആവശ്യമില്ലാത്തവനാണെന്ന് കരുതുമ്പോൾ. അവിടെ നിന്ന് തുടങ്ങുന്ന ഈ ദുരന്തമനർത്ഥം, എനിക്കെന്താ കുഴപ്പം, എനിക്കെല്ലാം ഉണ്ടല്ലോ, എനിക്ക് ജോലിയുണ്ട്, എനിക്ക് സമ്പാദ്യമുണ്ട്, എനിക്ക് കാറുണ്ട്, എനിക്ക് സൗകര്യങ്ങളുണ്ട്, എനിക്കാരുടെയും ആവശ്യമില്ല, അതുകൊണ്ട് തന്നെ ആരുടെയും ആവശ്യങ്ങൾ പരിഗണിക്കാനോ അവരിലേക്ക് നോക്കേണ്ടുന്ന കാര്യമോ എനിക്കില്ല എന്നതിലേക്ക് മനുഷ്യൻ
തരം താഴ്ന്നു പോയിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹോദരങ്ങളെ, ഇസ്ലാമാകുന്ന ഈ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ ഓരോ അംഗങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എത്രയോ കേട്ടതും പഠിച്ചതും മനസ്സിലാക്കിയതുമല്ലേ. ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയുടെ പ്രയാസങ്ങളെ തിരിച്ചറിയാത്തവനാണെങ്കിൽ അവൻ്റെ വിശ്വാസവും അവൻ്റെ ഈമാനും എവിടെ കിടക്കുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഹദീസ് നമ്മളെല്ലാവരും കേട്ടതാണ്. മൻ നഫസ അൻ മുഅ്മിനിൻ ഖുർബതൻ മിൻ ഖുറബിദ് ദുനിയ നഫസല്ലാഹു അൻഹു ഖുർബതൻ മിൻ ഖുറബി യൗമിൽ ഖിയാമ. ഒരു വിശ്വാസി, ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ പ്രയാസത്തെ മറ്റൊരു മുഅ്മിനായ മനുഷ്യൻ നീക്കിക്കളഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ ഖിയാമത്ത് നാളിൽ അവൻ്റെ പ്രയാസത്തെ നീക്കിക്കളയുമെന്നാണ്. വമൻ യസ്സറ അലാ മുഅ്സിരിൻ യസ്സറഹുല്ലാഹു അലൈഹി ഫിദ്ദുനിയ വൽ ആഖിറ. ഒരു പ്രയാസപ്പെടുന്നവൻ്റെ പ്രയാസം ഒരാൾ നീക്കിക്കൊടുത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലും ആഖിറത്തിലും അവൻ്റെ പ്രയാസം നീക്കുമെന്നാണ്. വമൻ സതറ മുസ്ലിമൻ സതറഹുല്ലാഹു ഫിദ്ദുനിയ വൽ ആഖിറ. ഒരു മുസ്ലിമിനെ തൊട്ട് ഒരാൾ അവൻ്റെ ന്യൂനത മറച്ചു വെച്ചാൽ, അവൻ്റെ പ്രയാസം മറച്ചു വെച്ചാൽ, അവൻ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമായി അവൻ്റെ മുന്നിൽ നിന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ആ മനുഷ്യൻ്റെ അപജയങ്ങളെ അല്ലെങ്കിൽ അവൻ്റെ ന്യൂനതകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലും ആഖിറത്തിലും മറച്ചു വെക്കുമെന്നാണ്. വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഈ ഹദീസിന്റെ അവസാനത്തിൽ പറയുന്നത് വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീഹി. തൻ്റെ സഹോദരനെ സഹായിക്കുന്നിടത്തോളം ഒരു മുസ്ലിമായ മനുഷ്യൻ, ഒരു വിശ്വാസി തൻ്റെ സഹോദരനെ, മുസ്ലിമായ തൻ്റെ സഹോദരനെ അല്ലെങ്കിൽ മറ്റേത് സഹോദരനുമാവട്ടെ, അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം എന്ന് പറഞ്ഞില്ല. വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീഹി. തൻ്റെ സഹോദരനെ സഹായിക്കുന്നിടത്തോളം അല്ലാഹു അവനെ സഹായിച്ചു കൊണ്ടിരിക്കുമെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കണമെങ്കിൽ, നമ്മോട് കരുണ കാണിക്കണമെങ്കിൽ സഹോദരങ്ങളെ, നാം മറ്റുള്ളവരോട് കരുണ കാണിക്കണം. നാം മറ്റുള്ളവരോട് അനുകമ്പയിലും സ്നേഹത്തിലും നമ്മൾ ജീവിക്കുമ്പോൾ, പെരുമാറുമ്പോൾ, ആ രൂപത്തിൽ ഇടപെടുമ്പോഴേ അള്ളാഹുവിന് നമ്മോട് അതുണ്ടാവുകയുള്ളൂ. കാരണം അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ, ഇന്നമാ യർഹമുല്ലാഹു മിൻ ഇബാദിഹിർ റഹമാ. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല കാരുണ്യം നൽകുന്നത് അവൻ്റെ അടിമകളിൽ നിന്ന് കാരുണ്യമുള്ളവർക്കാണ്. റഹ്മാനായ റബ്ബ്, റഹ്മാനായ നമ്മുടെ തമ്പുരാൻ, കാരുണ്യത്തിൻ്റെ കടലായ നമ്മുടെ റബ്ബ് നമ്മളോട് കരുണ കാണിക്കണമെങ്കിൽ നമുക്ക് മറ്റുള്ള നമ്മുടെ സഹജീവികളോട് നമുക്ക് കരുണ വേണമെന്നർത്ഥം. അതേ സഹോദരങ്ങളെ, ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് നാം നമ്മിലേക്ക് ചുരുങ്ങിക്കൂടലല്ല, മറിച്ച് നാം എല്ലാ മനുഷ്യരിലേക്കും എന്നല്ല, എല്ലാ പച്ചക്കറികളുള്ള ജീവജാലങ്ങളിലേക്കും നമ്മൾ വിശാലമാവണമെന്നർത്ഥം. ഒരു വിശ്വാസി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് തണലാവണം, താങ്ങാവണം, അല്ലേ? ഒരു വിശ്വാസി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ആശ്രയവും ആശ്വാസവുമാവണം. ഞാനെന്ന് പറയുന്ന ഒരു വിശ്വാസി, ഒരു മുസ്ലിം, ഏതൊരു വിശ്വാസിയാണെങ്കിലും മുസ്ലിം ആണെങ്കിലും അവനെ കാണുമ്പോൾ, അവനെ നോക്കുമ്പോൾ, അവനുമായി ഇടപെടുമ്പോൾ തനിക്ക് അതൊരു ആശ്വാസമാവണം. അല്ലാതെ അവനെ കാണുമ്പോൾ അത് അവൻ അവിടെ നിൽക്കുന്നുണ്ട്, നമുക്ക് ഇപ്പുറത്ത് കൂടെ പോകാമെന്ന് പറയുന്ന ഒരു രീതി നമ്മൾ ഉണ്ടാക്കിയെടുക്കരുത് എന്നർത്ഥം. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലൈസ മിന്നാ മല്ലം യർഹം സഗീറന വലം വയുവക്കിർ കിബീറന. നമ്മളിൽ പെട്ടവനല്ല ചെറിയവരോട് കാരുണ്യം കാണിക്കാത്തവൻ, അതുപോലെ തന്നെ വലിയവരെ ബഹുമാനിക്കാത്തവൻ നമ്മളിൽ പെട്ടവനല്ലെന്ന് പഠിപ്പിക്കപ്പെട്ട ഒരു മതത്തിൻ്റെ അഹ്ലുകാരാണ് നമ്മളെന്ന കൃത്യമായ ബോധം നമുക്കുണ്ടാവട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വകഫാ വസ്സലാമുൻ അലാ ഇബാദിഹി അല്ലദീന ഇസ്തഫാ വസ്സലാമുൻ അലാ നബിയ്യിൽ മുസ്തഫാ. ثم أما بعد أوصيكم عباد الله ثانيا بتقوى الله سبحانه وتعالى. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടെ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, സൂചിപ്പിച്ചത് ഒരു യഥാർത്ഥ മുസ്ലിം തനിക്ക് ലഭിച്ചതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് നന്ദി കാണിക്കുന്നവനും അതോടൊപ്പം മറ്റുള്ളവരുടെ പ്രയാസങ്ങളിലും പ്രശ്നങ്ങളിലും ഇടപെടുന്നവനും എല്ലാവർക്കും താങ്ങും തണലുമായി
വർദ്ധിക്കുന്നവനുമായിരിക്കുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഞാൻ ഓതിവെച്ച ആയത്ത് അതിലേക്ക് നമുക്ക് സൂചന നൽകുന്നതാണ്. അല്ലാഹു പറയുന്നുണ്ട്, ലൈസൽ ബിർറ അൻ തുവല്ലു വുജൂഹകും قبل المشرق والمغرب ولكن البر من آمن بالله واليوم الآخر والملائكة والكتاب والنبيين وآتى المال على حبه ذوي القربى واليتامى والمساكين وابن السبيل والسائلين وفي الرقاب وأقام الصلاة وآتى الزكاة والموفون بعهدهم إذا عاهدوا والصابرين في البأساء والضراء وحين البأس أولئك الذين صدقوا وأولئك هم المتقون. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ലൈസൽ ബിർറ അൻ തുവല്ലു വുജൂഹകും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബ്. നന്മ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മുഖങ്ങൾ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും തിരിക്കലല്ല നന്മ. ബിർറ് പുണ്യമെന്ന് പറഞ്ഞാൽ അല്ലേ, ചില ആളുകളുടെ ഒരു വിചാരമുണ്ട്, ഞാൻ നമസ്കരിക്കുന്നുണ്ട്, ഞാൻ നോമ്പ് നോൽക്കുന്നുണ്ട്, ഞാൻ സക്കാത്ത് കൊടുക്കുന്നുണ്ട്, ഞാൻ എല്ലാ നന്മയും ചെയ്യുന്നുണ്ട്, പിന്നെ എനിക്കെന്താ ഇനി കുഴപ്പമെന്നാണ് അല്ലേ. മറ്റു കാര്യങ്ങളെല്ലാം ചില ആളുകളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അവൻ കൃത്യമായി നമസ്കരിക്കുന്നവനായിരിക്കും, ഒരു ജമാഅത്ത് പോലും മിസ്സാക്കാതെ പള്ളിയിൽ വരുന്നവനായിരിക്കും, സക്കാത്ത് കൊടുക്കുന്നവരായിരിക്കും, എല്ലാം റെഡിയാണ്. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യവും അവനിൽ ഉണ്ടാവുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, പുണ്യമെന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, നിങ്ങളുടെ മുഖങ്ങൾ നിങ്ങൾ പടിഞ്ഞാറോട്ടോ കിഴക്കോട്ടോ തിരിക്കലല്ല. ഇമാം സബിറി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ ഇതിന് വിശദീകരണം നൽകുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ലൈസൽ ബിർറ അസ്സലാത്തു വഹ്ദഹാ. അദ്ദേഹം പറയുന്ന ഇപ്രകാരമാണ്, നന്മ എന്ന് പറഞ്ഞാൽ പുണ്യം എന്ന് പറഞ്ഞാൽ നിസ്കരിക്കലല്ല എന്നർത്ഥം. വലാകിന്നൽ ബിർറൽ ഖിസാൽ അല്ലത്തി ഉബയ്യിനുഹാ ലക്കും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. നിങ്ങൾ നമസ്കരിച്ചു എന്നതുകൊണ്ട് ഞാൻ നമസ്കരിക്കുന്നുണ്ടല്ലോ ഞാൻ എന്നൊരു ചിന്തയിൽ മറ്റുള്ളവരിലേക്കൊന്നും നോക്കാതെ, മറ്റുള്ളവരെ ഒന്നും സഹായിക്കാതെ, മറ്റുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങളിലും പ്രശ്നങ്ങളിലൊന്നും ഇടപെടാതെ രണ്ട് കാര്യങ്ങൾ ഇങ്ങനെ നോക്കി ജീവിക്കുക എന്നതല്ല നന്മ എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്ന് പറയുന്നു, എന്നാൽ യഥാർത്ഥ പുണ്യം അല്ലാഹുവിലും അന്ത്യദിനത്തിലും മലക്കുകളിലും വേദഗ്രന്ഥങ്ങളിലും പ്രവാചകന്മാരിലും വിശ്വസിക്കുകയും സമ്പത്തിന് അതിനോട് സ്നേഹമുണ്ടായിരിക്കെ ബന്ധുക്കൾക്കും അനാഥകൾക്കും ദരിദ്രർക്കും യാത്രക്കാരനും യാചകർക്കും അടിമമോചനത്തിനുമായി ചെലവഴിക്കുകയും. ഇവിടെ ഇഷ്ടമുള്ളതോടുകൂടെ എന്ന് പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വ തആല. അതിനെ ഇഷ്ടമുള്ളതോടെ, എന്താണ് അതിനോട് ഇഷ്ടമുള്ളതോടുകൂടെ? തനിക്ക് ആവശ്യമുള്ളതോടൊപ്പം എന്നാണ് അതിൻ്റെ അർത്ഥം. എനിക്ക് കുറേ ഉണ്ടായിട്ട് ഞാൻ ചെയ്യാമെന്നല്ല, മറിച്ച് എൻ്റെ അടുത്തില്ല, ഞാൻ ചെലവഴിക്കുന്നത്, ഞാൻ മറ്റൊരാൾക്ക് നൽകുന്നത് എനിക്ക് ആവശ്യമുള്ളതാണ്, എനിക്ക് എൻ്റെ ആവശ്യങ്ങളെ മാറ്റിവെച്ച് നൽകുക എന്നർത്ഥം അതിനുണ്ട് എന്നർത്ഥം. നമുക്കറിയാം, ഒരുപാട് വിശുദ്ധ ഖുർആനിലെ മറ്റ് ആയത്തുകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ സൂറത്തു ദഹറിൽ അല്ലാഹ് പറയുന്നുണ്ട്, വയുത്ഇമൂന അത്അമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറാ വഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാഹി ലാ നുരീദു മിൻകും ജസാഅൻ ولا شكورا إنا نخاف من ربنا يوما عبوسا قمطريرا فوقاهم الله شر ذلك اليوم ولقاهم نظرة وسرورا وجزاهم بما صبروا جنة وحريرا. رب سبحانه وتعالى പറയുന്നുണ്ട്, ويطعمون الطعام على حبه. അവർ ഭക്ഷണം നൽകും മിസ്കീനുകൾക്കും യതീമുകൾക്കും അസീറുകൾക്കും, പാവപ്പെട്ടവർക്കും അതുപോലെ തന്നെ യതീമുകൾക്കും കാരാഗ്രഹങ്ങളിൽ അടക്കപ്പെട്ടവർക്കും ആ രൂപത്തിലുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും അനുഭവിക്കുന്ന ആളുകൾക്കും അവർ ഭക്ഷണം നൽകും. അല ഹുബ്ബിഹി എന്ന് പറഞ്ഞാൽ ആ ഭക്ഷണം അവർക്ക് തന്നെ ആവശ്യമുള്ളതാണെന്നാണ് സഹോദരങ്ങളെ. നമ്മുടെ അടുത്ത് ഒരുപാടുണ്ടായിട്ട് നമ്മുടെയൊക്കെ കഴിഞ്ഞിട്ട് കൊടുക്കുക എന്നുള്ളതല്ല ഇസ്ലാം, മറിച്ച് നമ്മൾ കൊടുക്കുന്നതിനോട് നമുക്ക് ആവശ്യമുണ്ട്. സ്വഹാബത്തിൻ്റെ ചരിത്രത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ വിശുദ്ധ ഖുർആനിൽ അങ്ങനെ എത്ര മുഹാജിറുകളുടെയും അൻസാറുകളുടെയും കാര്യം പറയുമ്പോൾ അല്ലാഹ് അത് പറയുന്നുണ്ടല്ലോ, അവർക്ക് ആവശ്യമുള്ളതാണ് അവർ കൊടുത്തത്, അവരുടേതാണ് അവരുടെ വിശപ്പ് മാറ്റിവെച്ചാണ് അവർ സഹായിച്ചത്, അവർ പാവങ്ങളെ സഹായിച്ചത്, മറ്റുള്ളവനെ തീറ്റിച്ചത്, കുടിപ്പിച്ചത്. അതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. എന്നിരിക്കെ നമ്മുടെ അടുത്ത് ഉണ്ടായിട്ട് നമ്മൾ നൽകില്ലെന്ന് പറയുമ്പോൾ നമ്മളും അവരും, നമ്മുടെ ഈമാനും അവരുടെ ഈമാനും എവിടെ കിടക്കുന്നു എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, തന്നെയുമല്ല ഇവിടെ പറയുന്നു, നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാഹ്, തീർച്ചയായും ഞങ്ങൾ നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത് അല്ലാഹുവിൻ്റെ വജ്ഹിന് വേണ്ടിയാണ്. ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ, നിങ്ങളിൽ നിന്നുള്ള ഒരു പ്രതിഫലമോ മറിച്ചൊരു പ്രതിഫലമോ ഒരു നന്ദി വാക്കോ ഒന്നും തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ഇന്നാ നഖാഫു മിർ
റബ്ബിനാ യൗമൻ അബൂസൻ ഖംതരീറ. മുഖങ്ങൾ ചുളിഞ്ഞു പോകുന്ന പ്രയാസകരമായ ഒരു ദിവസത്തെ ഞങ്ങൾ ഭയപ്പെടുന്നു എന്നതുകൊണ്ടാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്ക് സന്തോഷകരമായ ഒരു വാർത്തയാണ് അതിനുശേഷം പറയുന്നത്. വജസാഹും ബിമാ സബറൂ ജന്നതൻ വഹരീറ. അവർ ക്ഷമിച്ചതിന് വേണ്ടി അല്ലാഹ് അവർക്ക് നൽകാൻ പോകുന്ന പ്രതിഫലം പട്ടുവസ്ത്രങ്ങളും സ്വർഗ്ഗങ്ങളുമാണ്. സ്വർഗീയമായ പട്ടുവസ്ത്രങ്ങളും സ്വർഗവുമാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അപ്പോൾ തൻ്റെ വിശപ്പും തൻ്റെ ദാഹവും തൻ്റെ പ്രയാസങ്ങളും മാറ്റിവെച്ച് അങ്ങനെ ക്ഷമിച്ചതിൻ്റെ പേരിൽ അല്ലാഹ് അവർക്ക് നൽകാൻ പോകുന്നത് സ്വർഗമാണ്, സ്വർഗീയമായ പട്ടുവസ്ത്രങ്ങളാണ് എന്നൊക്കെ അല്ലാഹു അവിടെ പറയുന്നുണ്ട്. തുടർന്ന് ഞാൻ നേരത്തെ ഓതി വെച്ച ആയത്തിൻ്റെ ബാക്കിയിൽ അല്ലാഹ് പറയാണ്, തുടർന്ന് വീണ്ടും അല്ലാഹ് പറയാണ്, നമസ്കാരം നിലനിർത്തുകയും സകാത്ത് നൽകുകയും ചെയ്യുന്നവരുടേതാണത്. അവർ കരാറ് ചെയ്താൽ അത് പാലിക്കുന്നവരുമാണ്. കഷ്ടതയിലും ദുരിതത്തിലും യുദ്ധസമയത്തും ക്ഷമ പാലിക്കുന്നവരുമാണ്. നേരത്തെ ഞാൻ ഓതി വെച്ച ആയത്തിൻ്റെ അർത്ഥങ്ങളാണിതെല്ലാം. എന്നിട്ട് അല്ലാഹു പറയാണ്, ഉലൈകല്ലദീന സദഖു എന്ന് വെച്ചാൽ പുണ്യം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണെന്നർത്ഥം. ഉലൈകല്ലദീന സദഖു അക്കൂട്ടരാണ് സത്യസന്ധർ. വ ഉലൈക ഹുമുൽ മുത്തഖൂൻ അവർ തന്നെയാണ് മുത്തഖീങ്ങളും എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയാണ്. പുണ്യമെന്ന് പറഞ്ഞാൽ ഞാൻ നമസ്കരിക്കുന്നുണ്ട്, എനിക്ക് നിസ്കാരമുണ്ട്, ഞാൻ ഈ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ബാക്കിയൊന്നും ഞാൻ അറിയേണ്ടതില്ല എന്ന ഒരു രീതി പാടില്ല എന്നർത്ഥം. അതായത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ വെറും പുറത്തേക്കുള്ള ആചാരങ്ങളല്ല, പുറംമോടിയല്ല എന്നർത്ഥം. മറിച്ച് ശരിയായ വിശ്വാസവും നല്ല കർമ്മങ്ങളും നല്ല സ്വഭാവവും ക്ഷമയും എന്നിവയുടെ സമന്വയമാണ് എന്ന് ചുരുക്കം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ യഥാർത്ഥ വിശ്വാസികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നുള്ള രോഗികൾക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല രോഗശമനം നൽകി അവരെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ബന്ധുമിത്രാദികൾ, അയൽവാസികൾ, നമുക്ക് വേണ്ടപ്പെട്ട എല്ലാ വിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും എല്ലാ മുവഹിദുകൾക്കും റബ്ബ് സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി അവരെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. കടങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബാധ്യതകളുമായി ജീവിതം തള്ളി നീക്കുന്ന ആളുകൾ നമ്മുടെ ഇടയിൽ ഉണ്ടായേക്കാം. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അവർക്ക് അനുയോജ്യമായ പ്രശ്നപരിഹാരങ്ങൾ നൽകി എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ ദമ്മിർ അഅദാഅദ്ദീൻ. അല്ലാഹുമ്മ അൻസുർ ഇഖ്വാനന അൽ മുസ്ലിമീൻ അൽ മുസ്തദഅഫീന في كل مكان يا رب العالمين. ربنا ظلمنا أنفسنا فإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.